അദ്ദേഹം എന്തുകൊണ്ടാണോ എന്ത് പേരിലാണോ അദ്ദേഹം അറിയപ്പെടുന്നത്, അത് പക്ഷേ അദ്ദേഹത്തിന് ആ അംഗീകാരം, ആ സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്ന കാലം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് ലോകം അറിഞ്ഞ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ആ പദവി ലഭിച്ചില്ല. ഇല്ല. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികളോടൊക്കെ ചോദിക്കണം ടെലഫോണിൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ച്. ടെലഫോൺ കണ്ടുപിടിച്ചതാരെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉത്തരവുണ്ട്, അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ഡു യു നോ വൺ തിങ് സർ? അലക്സാണ്ടർ ഗ്രഹാം ബെൽ വാസ് ഓൺലി ദ സെക്കൻഡ് പേഴ്സൺ. ടെലഫോൺ കണ്ടുപിടിച്ച മനുഷ്യൻ ടെലഫോണിൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കേഷൻ അവിടെ എത്തിക്കുവാൻ 1 മണിക്കൂർ വൈകിയത് കൊണ്ട് മാത്രം ആദ്യം ടെലഫോൺ കണ്ടുപിടിച്ച മനുഷ്യൻ അതിൻ്റെ പേറ്റൻറ്റ് നിഷേധിക്കപ്പെടുകയും ചരിത്രത്തിൽ എന്താ പറയുക, അത് മോസ്റ്റ് അൺസങ് ഹീറോയായി മാറുകയും ചെയ്തു. താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തത്തിന് പക്ഷേ കാലവും ചരിത്രവും ദീർഘകാലം ഉടമസ്ഥാവകാശം കൊടുത്തത് ദ വിസാർഡ് ഓഫ് മെൻലോ പാർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മനുഷ്യനാണോ? വിസാർഡ് ഓഫ് മെൻലോ പാർക്ക് എന്ന് പറയുന്നത് തോമസ് ആൽവാ എഡിസൺ ആണ്. താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് അർഹതപ്പെട്ട അംഗീകാരം കാലവും ചരിത്രവും ആ കാലഘട്ടത്തിൽ പക്ഷേ സമ്മാനിച്ചത് തോമസ് ആൽവാ എഡിസൺ ആണ്. അല്ലേ? കോൺട്രവേഴ്സി ആയത് ലേറ്റർ. കോൺട്രവേഴ്സി ആവുകയും പിന്നീട് നമ്മൾ ഇന്നത്തെ കാലത്ത് ആദരിക്കുന്നുവെങ്കിലും അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന അംഗീകാരം എഡിസന്റെ പേരിലായി മാറുകയും ചെയ്തു. എഡിസന് അതെ അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. അതൊരു കോൺട്രവേഴ്സി തന്നെയാണ്. സോ നമ്പർ 19 അങ്ങ് വിചാരിച്ചത്, എനിക്ക് തോന്നുന്നു ഇത് അശ്വമേധത്തിൻ്റെ 1ാം എപ്പിസോഡിൽ രസമുണ്ടായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ ഈ സീസണിലെ ഫസ്റ്റ് എപ്പിസോഡിൽ പങ്കെടുത്തത് പ്രശസ്ത ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ ഹരീഷ് കരീമാണ്. ആസ് യു നോ, ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ലൈഫ് ചലഞ്ചിങ് സിറ്റുവേഷൻ വരികയും മരണത്തിനോട് അറിയാമല്ലോ. അന്ന് എൻ്റെ ലൈഫ് സർവൈവലില്ല എന്ന് കരുതിയിരുന്ന സ്റ്റേജിൽ രക്ഷപ്പെടുത്തിയ ഡോക്ടറാണ് അദ്ദേഹം. അതുകൊണ്ട് ആദ്യമായി ഈ ഇത് തിരികെ ആരംഭിച്ചപ്പോൾ ആദ്യത്തെ അതിഥിയായി അദ്ദേഹത്തെ തന്നെ വിളിക്കുക എന്നത് എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത്, അതായിരുന്നു രസം, അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത് ദ ഫാദർ ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയാണ്. ഞാൻ അത് എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ അത് വിചാരിച്ചത്? പെട്ടെന്ന് ഞാൻ നിങ്ങളായതുകൊണ്ട് അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതായിക്കോട്ടെ, കണ്ടുപിടിക്കുന്നതും കണ്ടുപിടിക്കാത്തത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഞാൻ എന്ന ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ പിതാവിനെ തന്നെ മനസ്സിൽ വിചാരിക്കണ്ടേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഉള്ളതെല്ലാം ഉയർവുള്ളൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അഴകപ്പൻ ചേട്ടൻ എന്ന് ചോദിച്ചത്. താങ്കൾ വിചാരിച്ചത് സിനിമാറ്റോഗ്രാഫിയുടെ പിതാവിനെയാണോ സർ? യെസ്. അവിടെയാണ് താങ്കൾ അമേരിക്കനാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമേരിക്കനൊന്നും അല്ല, പക്ഷേ അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു മറുപടി പറഞ്ഞത്. നമ്പർ 20 അദ്ദേഹം പേരുകൊണ്ടെങ്കിലും ഒരു രാജകുമാരനാണോ? ആണ് സർ? യെസ്. ദ ഫാദർ ഓഫ് സിനിമാറ്റോഗ്രാഫി. ഫാദർ ഓഫ് സിനിമാറ്റോഗ്രാഫി എന്നത് ഒരു ദിവസം കൊണ്ട് നേടിയെടുത്ത ഒന്നല്ല. ആ മനുഷ്യൻ മുങ്ങി മരിച്ചതാണെന്നാണ് പറയുന്നത് ചിലർ. ഡ്രോൺ എന്ന് പറയുന്നു. പക്ഷേ there are theories of അയാളെ കൊന്നുവെന്ന് വലിയ വ്യാഖ്യാനങ്ങളുണ്ട്. സ്റ്റിൽ ഈ നൂറ്റാണ്ടുകൾക്കപ്പുറവും അതിൻ്റെ വ്യവഹാര ചർച്ചകൾ, ലീഗൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു മനുഷ്യൻ അപ്രത്യക്ഷനാവുക, വാനിഷിങ് ടു നത്തിങ് അല്ലേ, ഡിസപ്പിയറിങ് ടു നത്തിങ്. പണ്ട് അമീലിയ ഇയർഹാർട്ട് എന്താ പറയുക, അറ്റ്ലാന്റിക് ഓഷ്യന് മീതെ വിമാനം പറപ്പിച്ച ആദ്യത്തെ വനിതയാണ് അമീലിയ ഇയർഹാർട്ട്. പിന്നീട് ഒരു ദിവസം അവരിങ്ങനെ സിംഗിൾ ഫ്ലൈങ് ആണ്, സാഹസിക പറക്കലാണ്, വിമാനമെടുത്തവർ ടേക്ക് ഓഫ് ചെയ്തു, ആകാശത്തിലേക്ക് പോയി, പിന്നെ കണ്ടിട്ടില്ല, പിന്നെ ആരും അറിഞ്ഞിട്ടില്ല, അവശിഷ്ടങ്ങളും കിട്ടിയിട്ടില്ല. അതുപോലെ അപ്രത്യക്ഷനായി. പക്ഷെ അയാൾ അദ്ദേഹത്തിന് ഡെത്ത് ഡിക്ലെയർ ചെയ്തു അല്ലേ കുറെ കാലം കഴിഞ്ഞിട്ട്? ഡിക്ലെയർ ചെയ്തു, മരിച്ചതായി പ്രഖ്യാപിച്ചു. അതെങ്ങനെ? 7 വർഷം കഴിഞ്ഞു സ്കോട്ട്ലൻഡ് യാർഡ് ഉൾപ്പെടെ ഉള്ള അന്വേഷണം നടത്തിയതിനു ശേഷം പ്രഖ്യാപിച്ചു. സോ അദ്ദേഹം വിചാരിച്ചത് ഒരു ഫ്രഞ്ചുകാരനെയാണ്, സിനിമാറ്റോഗ്രാഫിയുടെ പിതാവിനെയാണ്. പക്ഷേ
അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം അദ്ദേഹത്തിൻ്റേതായി പേറ്റൻറ്റ് ചെയ്യപ്പെട്ടില്ല. പകരം അന്ന് തോമസ് ആൽവ എഡിസൻ്റെ പ്രതാപകാലമാണ് ആ കാലഘട്ടം. അന്ന് തോമസ് ആൽവ എഡിസൺ നേടിയ ആയിരക്കണക്കിന് പേറ്റൻറ്റുകളുടെ കൂട്ടത്തിൽ ഈ സിനിമാറ്റോഗ്രാഫിയുമായും ഫോണോഗ്രാമുമായും അടക്കമുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ട്. ഇത് അതിൻ്റെ കൈനറ്റോസ്കോപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ പേരിലായിരുന്നു. പക്ഷെ പിന്നീട് ചരിത്രം അംഗീകരിച്ചു ദ ഫാദർ ഓഫ് സിനിമാറ്റോഗ്രാഫി. ആ മനുഷ്യൻ ഈസ് എ ഫ്രഞ്ച് ആൻഡ് ഹീ ഈസ് ലൂയി ലേ പ്രിൻസ്. But that was so direct, so gentle and so sincere you to be. കാരണം അഴകപ്പൻ ചേട്ടന് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരാളിനെ തിരഞ്ഞെടുക്കുന്നതായിരുന്നു ഒരു മത്സരത്തിന് വേണ്ടി കൗശലം, പക്ഷെ ഉചിതം താങ്കൾ ചെയ്തത്. റെസ്പെക്ട് എൻ്റെ പ്രൊഫഷണലായിട്ട് കിട്ടുന്നത്. താങ്ക് യു. ഒരു സുപ്രഭാതത്തിൽ കാണാതെ പോയൊരു മനുഷ്യൻ, ഇതുവരെ ശരീരമൊന്നും കണ്ടെത്തിയിട്ടില്ല, ശരീരഭാഗങ്ങളോ അവശിഷ്ടങ്ങളോ ഒന്നും ട്രേസ് ചെയ്തിട്ടില്ല. മരിച്ചുവെന്ന് സ്കോട്ട്ലൻഡ് യാർഡ് പ്രഖ്യാപിച്ചു അത്രേ. പിന്നീട് അദ്ദേഹത്തെ ഫാദർ ഓഫ് സിനിമാറ്റോഗ്രാഫിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അഴകപ്പൻ ചേട്ടൻ അശ്വമേധത്തിൽ മത്സരിക്കാൻ എത്തുന്നുവെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തത് സിനിമാറ്റോഗ്രാഫിയുടെയും ക്യാമറയുടെയൊക്കെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ നാച്ചുറൽ ഡെത്ത് അല്ല എന്ന് പറഞ്ഞില്ലേ, നാച്ചുറൽ ഡെത്ത് അല്ല എന്ന് പറഞ്ഞ നിമിഷത്തിൽ എൻ്റെ മനസ്സിൽ ഈസ്റ്റ് മാൻ കടന്നു വന്നു. അത് സൂയിസൈഡ് ആയിരുന്നു. പക്ഷേ അത് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അഴകപ്പൻ ചേട്ടൻ അടുത്തത് പറഞ്ഞു, അല്ല നോട്ട് ഫൗണ്ട് ആണ് കേട്ടോ, ഇങ്ങനെ മരിച്ചു എന്ന് അൺനോൺ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈസ്റ്റ് മാൻ അല്ല എന്ന്. സിനിമാറ്റോഗ്രാഫിയുടെ ചരിത്രവും 3 ക്യാമറ അദ്ദേഹമാണ് ഉണ്ടാക്കിയത്. 16 എന്ന് പറഞ്ഞ ഒരു ക്യാമറ, അടുത്ത ക്യാമറ അടുത്ത അംഗീകരിക്കപ്പെട്ടില്ല. 1886 ഫസ്റ്റ് ഫിലിം ചെയ്തു. ഇറ്റ് ഈസ് അബൌട്ട് 2 minutes ഫിലിം. അത് ഷൂട്ട് ചെയ്തതെല്ലാം 5 frames 7 framesലാണ്, 5 to 7 frames. ദെൻ ഈ ഇംപ്രൂവ് ടു 12 frames. അപ്പോൾ അതിലാണ് ഇപ്പോൾ നമുക്ക് അറിയപ്പെടുന്നത്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുമ്പോൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ല, ഞാൻ പറയുന്നത് ഈ സിനിമയുടെ ചരിത്രം പലപ്പോഴും സിനിമ പോലെയാണ്. ക്ലൈമാക്സ് അല്ലെങ്കിൽ പരിണാമഗുപ്തി എന്ന് ഒക്കെ സൂചിപ്പിക്കുന്ന വാക്കിന് അവിടെ പ്രസക്തിയുണ്ട്. ചില നിമിഷങ്ങളിൽ ചരിത്രം അന്വേഷിച്ചും ചികഞ്ഞും ചെല്ലുമ്പോൾ ചില നായകന്മാർ വില്ലന്മാരാകും. ലോകം ആഘോഷിച്ച ചില നായകന്മാർ വില്ലന്മാരാകും. എന്നാൽ അറിയപ്പെടാതെ പോകുന്ന ചിലർ നായകന്മാരുമാകും. അങ്ങനെ ഒരു ചരിത്രമാണ് ലൂയി ലേ പ്രിൻസിൻ്റെ. എല്ലാവരും അറിയപ്പെടുന്നത് ലൂമിരി ബ്രദേഴ്സ് എന്നുള്ള നോർമൽ ഇതാണ്. അത് സിനിമയുടെ പിതാവെന്ന്, സിനിമാറ്റോഗ്രാഫിയുടെ. ലൂയിസ് ലേ പ്രിൻസ് ആദ്യകാല ചലനചിത്ര സാങ്കേതിക വിദ്യയുടെ ഉപജ്ഞാതാവായിരുന്നു. സിംഗിൾ ലെൻസ് ക്യാമറ ഉപയോഗിച്ച് ആദ്യമായി മോഷൻ പിക്ചർ സൃഷ്ടിച്ചതിന് അദ്ദേഹത്തെ സിനിമാറ്റോഗ്രാഫിയുടെ പിതാവെന്ന് വിളിക്കുന്നു. 1888 ചരിത്രത്തിലെ ആദ്യകാല ചലച്ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന റൗണ്ട് ഹേ ഗാർഡൻ സീൻ, ലീഡ്സ് ബ്രിഡ്ജ് തുടങ്ങിയ രംഗങ്ങൾ അദ്ദേഹം ചിത്രീകരിച്ചതായി രേഖകൾ സൂചിപ്പിക്കുന്നു. 1890 തന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് നേടാനുള്ള യാത്രക്കിടെ ലൂയിസ് ലേ പ്രിൻസ് നിഗൂഢമായി അപ്രത്യക്ഷമാകുകയായിരുന്നു. 7 വർഷങ്ങൾക്കു ശേഷം 1897 അദ്ദേഹം മരണപ്പെട്ടതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു. തോമസ് എഡിസൺ, ലൂമിയർ സഹോദരന്മാർ എന്നിവർക്ക് മുൻപേ തന്നെ ചലച്ചിത്ര നിർമ്മാണ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നുവെങ്കിലും അത് അംഗീകരിക്കപ്പെടുവാൻ വർഷങ്ങളെടുക്കുകയും അദ്ദേഹത്തിന്റെ സംഭാവനകൾ മറച്ചുവെക്കപ്പെടുകയും ചെയ്തുവെന്ന് കരുതപ്പെടുന്നു.